ഹലോ, ഗുഡ് ഈവനിങ് എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് വൈകുന്നേരം ഒരു വാർത്ത വന്നു. JSK നിങ്ങൾക്കറിയാം, സുരേഷ് ഗോപി നായകനായ ചിത്രം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് ഈ ചിത്രത്തിൻ്റെ പേര്. ഈ ചിത്രത്തിന് കട്ട് വന്നിരിക്കുന്നു, സെൻസർ കട്ട്. എന്താണ് കട്ടിൻ്റെ കാര്യം എന്നറിയില്ല. എന്തായാലും കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി നായകനായ സിനിമയ്ക്കാണ് സെൻസർ ബോർഡ് ഒരു കത്രിക വെച്ചിരിക്കുന്നത്. ആ കത്രിക പൂട്ടിൽ നിന്ന് സിനിമയെ രക്ഷപ്പെടുത്താനാകുമോ? ഇന്നത്തെ ചിന്ത ചിലപ്പോൾ അതാവും. പ്രൈം ടൈം ആരംഭിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രൈം ടൈം തുടരുകയാണ്. JSKയുടെ കാര്യം അങ്ങനെയാണ്. 28-ാം തീയതി 27 അല്ലെ 28 റിലീസിന് തീരുമാനിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു JSK. സുരേഷ് ഗോപി നായകനായ ചിത്രത്തിനാണ് സെൻസർ ബോർഡ് കട്ടുമായി വന്നിരിക്കുന്നത്. കട്ടിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നത് തിരുവനന്തപുരത്ത് യുവതിയെ അടിച്ചു കൊന്നു എന്നാണ്. മണ്ണന്തലയിലാണ് ഈ കൊലപാതകം അരങ്ങേറിയത്. പോത്തൻകോട്ടെ ഷഹീനയാണ് കൊല്ലപ്പെട്ടത്. സഹോദരൻ സംഷാദും സുഹൃത്തും പോലീസ് കസ്റ്റഡിയിലായി. കൂടുതൽ വിവരങ്ങൾ, എന്ത് കാരണത്താലാണ് ഈ നഗ്നമായ കൊലപാതകം അരങ്ങേറിയത് എന്നറിയാൻ ഷബീദ് റാവുത്തർ ഈ സംഭവ സ്ഥലത്തു നിന്നും തത്സമയം ചേരുകയാണ്. ഷബീദ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്താണ് ഈ സഹോദരിയെ കൊലപ്പെടുത്തി എന്നുള്ളതാണല്ലോ വാർത്ത, വിവരം? ഇപ്പോൾ ഈ കൊലപാതകം നടന്ന അപ്പാർട്ട്മെൻറ്റിലുള്ള ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇവിടെ പോലീസ് കാവലുണ്ട് ഈ അപ്പാർട്ട്മെൻറ്റിൽ. ഇവിടെയാണ് ഈ കൊലപാതകം അരങ്ങേറിയത്. ഷബീദ്, കേൾക്കാൻ കഴിയുമോ വിവരങ്ങൾ? ഷബീദ്, കേൾക്കാൻ കഴിയുമോ? എന്താണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ലഭിക്കുന്ന അപ്ഡേറ്റ് ഈ കൊലപാതകത്തെ സംബന്ധിച്ചുള്ള? ഒരു യുവതിയെ അടിച്ചു കൊലപ്പെടുത്തി എന്നുള്ളതാണല്ലോ നമുക്ക് ലഭിച്ചിട്ടുള്ള വാർത്ത. മണ്ണന്തലയിൽ നടന്ന ഈ സംഭവത്തിന് കാരണമായത് എന്താണ്? സംഷാദ് ഈ കൊലപാതകം ചെയ്യാൻ എന്താണ് റീസൺ, പറയൂ. ഓക്കെ, ഒരു ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. അല്പസമയത്തിനകം ഷബീദ് റാവുത്തറിന് തത്സമയം നമുക്ക് ഒപ്പം ചേരാൻ കഴിയുമെന്നാണ് വിശ്വാസം. മണ്ണന്തലയിലെ ഈ അപ്പാർട്ട്മെൻറ്റിന് മുന്നിൽ ഇപ്പോൾ ഷബീദ് റാവുത്തർ ഉണ്ട്. പക്ഷേ നമുക്ക് സാങ്കേതികമായി ഷബീദുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല. വലിയ താമസമില്ലാതെ ഷബീദുമായി ബന്ധപ്പെടാൻ കഴിയുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം. ഈ പോത്തൻകോട്ടെ ഷഹീനയാണ് കൊല ചെയ്യപ്പെട്ടത്. യുവതിയുടെ സഹോദരൻ സംഷാദും സുഹൃത്തും ആണ് കൊലപാതകത്തിന് പിന്നിലെന്ന് കരുതുന്നു. ഷബീദ് റാവുത്തർ ചേരുകയാണ്. ഷബീദ്, വിവരങ്ങൾ? വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് അല്പസമയം മുൻപ് തിരുവനന്തപുരം മണ്ണന്തല എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് നിന്ന് പുറത്തു വരുന്നത്. പോത്തൻകോട് പന്തലക്കോട് സ്വദേശിയായിട്ടുള്ള ഷഹീന, 33 വയസ്സുകാരിയാണ്. അവരെയാണ് എനിക്ക് പിന്നിൽ കാണുന്നത് ഈ അപ്പാർട്ട്മെന്റിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ അപ്പാർട്ട്മെന്റിലേക്ക്, അതായത് ഈ മാസം 14-ാം തീയതിയാണ് ഈ അപ്പാർട്ട്മെന്റിലേക്ക് ഷഹീനയും സഹോദരനായിട്ടുള്ള ശംഷാദുമായി ഇവർ വാടകയ്ക്ക് മുറിയെടുക്കുന്നത്. തൊട്ടപ്പുറത്തുള്ള PMS എന്ന് പറയപ്പെടുന്ന ദന്തൽ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയതായിരുന്നു സ്കെൻ. അതിനുശേഷം ഇവരിങ്ങനെ ചികിത്സയിൽ തുടരുന്നു എന്നാണ് ഈ അപ്പാർട്ട്മെന്റിന്റെ ഉടമയും കരുതിയിരുന്നത്. ഇന്ന് വൈകിട്ട് 5:30 മണിയോടുകൂടി ഷഹീനയുടെ മാതാപിതാക്കൾ ഈ അപ്പാർട്ട്മെന്റിൽ എത്തിയപ്പോഴാണ് രണ്ട് മുറികളിലായി ഇവർ സ്റ്റേ ചെയ്യുന്നത് കണ്ടതിൽ ഒരു മുറിയിൽ ഷഹീന ഈ തറയിൽ വീണ് കിടക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത്. തുടർന്ന് സംശയം തോന്നി ഇവർ തന്നെയാണ് മണ്ണന്തല പോലീസിൽ വിവരം അറിയിക്കുകയും തുടർന്ന് സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ഷഹീന കൊല്ലപ്പെട്ടു എന്നുള്ളതും കണ്ടത്. അതിനുശേഷം തൊട്ടപ്പുറത്തെ മുറിയിൽ ഉണ്ടായിരുന്നത് ശംഷാദിന്റെ സുഹൃത്ത് ചെമ്പഴന്തി സ്വദേശി വിശാഖുമായിരുന്നു. ഇവർ രണ്ടുപേരും മദ്യലഹരിയിലായിരുന്നു എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഈ വിശാഖ് സഞ്ചരിച്ച ബൈക്ക് അടക്കമുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ശംഷാദിനെയും സുഹൃത്ത് വിശാഖിനെയും നിലവിൽ ഇപ്പോൾ മണ്ണന്തല പോലീസ് സ്റ്റേഷനിലെത്തി ചോദ്യം ചെയ്തു വരികയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഷഹീനയുടെ ശരീരത്തിലടക്കം മർദ്ദനമേറ്റ നിരവധി പാടുകൾ ഉണ്ടായിരുന്നു എന്ന് മാതാപിതാക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവരുടെ ഈ ചികിത്സ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളടക്കം കൂടുതൽ വ്യക്തത തേടേണ്ടതായിട്ടുണ്ട്. എന്തായിരുന്നു ആ ചികിത്സ, എന്തായിരുന്നു ആ സംഭവം, അതിനുശേഷം ഇവിടെ നടന്നത് എന്താണ്, മാത്രമല്ല ഈ വിശാഖ് എങ്ങനെ ഈ അപ്പാർട്ട്മെന്റിലേക്ക് എത്തി, എന്താണ് ഈ കൊലപാതകത്തിന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രീതിയിലേക്ക് കാരണമായ കാര്യം നടക്കമുള്ള കാര്യങ്ങൾ വിശദമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. കൂടാതെ നിലവിൽ ഇപ്പോൾ ഷഹീനയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സ്കെൻ. ഓക്കെ, ഷബീദ് റാവുത്തറാണ് മണ്ണന്തലയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മണ്ണന്തലയിലെ ഒരു അപ്പാർട്ട്മെന്റിൽ യുവതിയെ അടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് വാർത്ത. സഹോദരനും ഒരു സുഹൃത്തും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. അന്വേഷണം തുടരുകയാണ്. ഭാരതാംബ ചിത്രവിവാദത്തിൽ
മന്ത്രി വി ശിവൻകുട്ടിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഇന്ന് പ്രകടനങ്ങൾ നടന്നു. BJPയുടെ നേതൃത്വത്തിൽ മന്ത്രിയുടെ നേമത്തെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഓഫീസിന് മുന്നിൽ ഭാരതാംബയുടെ ചിത്രം സ്ഥാപിച്ച് പുഷ്പാർച്ചന നടത്തി. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. BJP ഈ മാർച്ചിന് പിന്നാലെ CPIMന്റെ നേതൃത്വത്തിൽ നേമത്ത് മന്ത്രിക്ക് പിന്തുണയുമായി പ്രകടനം നടത്തി. വി ശിവൻകുട്ടിയുടെ വലിയ ഫ്ലക്സുമായിട്ടായിരുന്നു അവരുടെ പ്രകടനം. ആ ദൃശ്യങ്ങൾ കൂടി നമുക്കൊന്ന് കാണാം. കുന്നും തള്ളുമായി നേരിയ സംഘർഷം നേമത്തുണ്ടായി. കൂടുതൽ വിവരങ്ങളുമായി നേമത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ് തത്സമയം ചേരുകയാണ്. അലക്സ് റാം, യഥാർത്ഥത്തിൽ പോലീസിന് പണിപ്പെടേണ്ടി വന്നോ രണ്ട് കൂട്ടരെയും സമാധാനിപ്പിക്കാൻ? SK അങ്ങേയറ്റം ബുദ്ധിമുട്ടേണ്ടി വന്നു. 2 മണിക്കൂർ സ്ഥലത്ത് സംഘർഷ സാഹചര്യം നിലനിന്നിരുന്നു എന്നുള്ളതാണ്. മന്ത്രി വി ശിവൻകുട്ടിയുടെ നേമത്തെ MLA ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് പാപ്പനംകോടാണ്. വൈകുന്നേരം ഏതാണ്ട് 6-6:30 മണിയോടുകൂടിയാണ് BJP പാപ്പനംകോട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രിയുടെ MLA ഓഫീസിന് മുന്നിലേക്ക് BJP പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തുന്നത്. അവർ പ്രകടനമായി എത്തി അവിടെ ഒരു ഭാരതാംബയുടെ ചിത്രം സ്ഥാപിച്ചതിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് മന്ത്രി വി ശിവൻകുട്ടിക്ക് നേരെ പ്രതിഷേധ മുദ്രാവാക്യം ഉയർത്തി, പ്രകടനം ഉയർത്തി. അതിനുശേഷം അതിന്റെ ഉദ്ഘാടനവും കഴിഞ്ഞതിന് ശേഷമാണ് ഈ പ്രവർത്തകർ പോലീസുകാർക്ക് നേരെ, അതായത് പോലീസ് നിന്നത് ഈ ഓഫീസിന് കാവൽ നിന്നത് വൻ പോലീസ് സന്നാഹമാണ്. നിറയെ പോലീസുകാരെ അവിടെ നിയോഗിച്ചിരുന്നു. അവിടേക്ക് ഈ പ്രവർത്തകർ ഈ ഓഫീസിനുള്ളിലേക്ക് തള്ളിക്കയറാൻ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് BJP പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ശ്രമം നടക്കുന്നു. പോലീസ് അത് തടയുന്നു. തുടർന്ന് പോലീസുമായി ഉന്തും തള്ളും വാക്കേറ്റവും ഉണ്ടാകുന്നു. തൊട്ടു പിന്നാലെ തന്നെ CPM പ്രവർത്തകർ, അതായത് ഈ ഓഫീസിനുള്ളിൽ തന്നെ, ഓഫീസ് പരിസരത്ത് തന്നെ CPM പ്രവർത്തകർ സംഘടിച്ചിരുന്നു. ആ CPM പ്രവർത്തകർ അവിടെ നിന്ന് തിരികെ മുദ്രാവാക്യം ഉയർത്തി. തുടർന്ന് ഒരു സംഘർഷ സാഹചര്യം അവിടെ രൂപപ്പെട്ടു. തുടർന്ന് പോലീസുമായി ആദ്യഘട്ടത്തിൽ വാക്കേറ്റം തുടർന്ന ഈ BJP പ്രവർത്തകർ ആ റോഡ് ഉപരോധിക്കുന്ന കാഴ്ചയാണ് കുറച്ചുനേരം കണ്ടത്. അതിനു പിന്നാലെ CPM പ്രവർത്തകർ അവിടെ നിന്ന് മന്ത്രി വി ശിവൻകുട്ടിയുടെ വലിയ കൂറ്റൻ കട്ടൗട്ട് ഉയർത്തിക്കാട്ടി അവർ മുദ്രാവാക്യം ഉയർത്തി. തുടർന്ന് അത് BJP പ്രവർത്തകർ കൂക്കി വിളിച്ചു. തുടർന്ന് BJP പ്രവർത്തകർ ഭാരതാംബയുടെ ചിത്രം തിരികെ ഉയർത്തിക്കാട്ടി അവരും അവരുടെ പ്രതിഷേധം അറിയിച്ചു. അത് CPM പ്രവർത്തകർ കൂക്കി വിളിച്ചു. സമാന സാഹചര്യം, അതായത് സംഘർഷ സാഹചര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ പ്രതിഷേധ മുദ്രാവാക്യവും പ്രകോപനവും ഈ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് തുടർന്നതോടെ സംഘർഷ സാധ്യത അവിടെ നിലനിന്നു. പോലീസ് നന്നേ പണിപ്പെട്ടാണ് ഈ പ്രവർത്തകരെ ഇരു വിഭാഗത്തെയും തടഞ്ഞു നിർത്താനും ഒരു വലിയ സംഘർഷത്തിലേക്ക് നീങ്ങാതെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനും പോലീസ് നന്നേ പണിപ്പെട്ടു. വലിയ പോലീസ് സന്നാഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിൽ അവിടെ നിലയുറപ്പിച്ചിരുന്നു. അതിനുശേഷം നന്നേ പോലീസ് പണിപ്പെട്ടതിനു ശേഷം ഈ ഒരു പ്രകടനവുമായാണ് BJP പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നത്. അതിനുശേഷം BJPയുടെ സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയനെത്തി ആ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. ഈ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരായ ഈ പ്രതിഷേധം, ഭാരതാംബ ചിത്രത്തെ ചൊല്ലിയുള്ള പ്രതിഷേധം വരുന്ന ദിവസങ്ങളിലും തുടരുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അതിനു പിന്നാലെ CPM പ്രവർത്തകർ വലിയ രീതിയിൽ സംഘടിച്ചെത്തി. CPM പ്രവർത്തകരും ഈ മന്ത്രിയുടെ ഫ്ലെക്സ് ഉയർത്തിക്കാട്ടി ആ പാപ്പനംകോട് പ്രദേശത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. മന്ത്രിയുടെ ശരീരത്തിൽ തൊടാൻ ധൈര്യമുണ്ടെങ്കിൽ വാ എന്നടക്കം വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു CPM പ്രവർത്തകരുടെയും പ്രതിഷേധം. അതായത് ഈ സമരം, അതായത് ഈ ഏറ്റുമുട്ടൽ, CPM BJP ഏറ്റുമുട്ടൽ, ഭാരതാംബയുടെ ചിത്രത്തെ ചൊല്ലിയുള്ള ഏറ്റുമുട്ടൽ തെരുവിലേക്ക് എത്തുന്നു. അത് CPM BJP രാഷ്ട്രീയ ഏറ്റുമുട്ടലായി മാറുന്നു. അത് വരുന്ന ദിവസങ്ങളിലും തുടരും എന്ന പ്രഖ്യാപനത്തോടെയാണ് ഇന്ന് പ്രവർത്തകർ പിരിഞ്ഞു പോയത് അവിടെ നിന്ന്. SK. ഓക്കെ, അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. കാവിക്കൊടി എന്തിയ ഭാരതാംബ ചിത്രവിവാദത്തിനിടെ കോഴിക്കോട്ടെത്തിയ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ BJPയുടെ പ്രതിഷേധ പരമ്പര തന്നെ കോഴിക്കോടുണ്ടായി. BJP പ്രവർത്തകരും SFI പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. +1 സീറ്റ് വിഷയം ഉയർത്തി KSUവും MSFും ഇന്ന് പ്രതിഷേധിച്ചു. പ്രതിഷേധങ്ങൾ പ്രശ്നമല്ലെന്ന് മന്ത്രി പ്രതികരിച്ചു. പ്രതിഷേധവുമായി BJPയും യുവമോർച്ചയും, തടയാനെത്തിയ SFI പ്രവർത്തകർ, സംഘർഷം, അറസ്റ്റ്. കലുഷിതമായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ കോഴിക്കോട് സന്ദർശനം. മന്ത്രിയെ യുവമോർച്ച പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചതിന് പിന്നാലെ SFI പ്രവർത്തകരും യുവമോർച്ച പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. യുവമോർച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രതിഷേധവുമായി BJP ജില്ലാ നേതാക്കൾ രംഗത്തെത്തി.
പിന്നെ പോലീസുമായി വാക്കുതർക്കം. തൊട്ടു പിന്നാലെ മന്ത്രിയുടെ പരിപാടി നടക്കുന്ന സ്കൂളിന് മുന്നിലേക്ക് BJP പ്രവർത്തകർ മാർച്ച് നടത്തി. വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിച്ചതിന് ശേഷമാണ് പ്രവർത്തകർ പിരിഞ്ഞുപോയത്. വൈകുന്നേരം കോഴിക്കോട് ഗസ്റ്റ് ഹൌസിന് മുന്നിൽ പ്രതിഷേധവുമായി യുവമോർച്ച പ്രവർത്തകരെത്തി. കരിങ്കൊടി കാണിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രതിഷേധങ്ങളിൽ മന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെ: ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയതിൻ്റെ നല്ലൊരു ശതമാനം BJP RSSന്റെ പ്രതിഷേധം പിന്നെ അതിജീവിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് അത് പ്രശ്നമല്ല. +1 സീറ്റ് വിഷയം ഉയർത്തിക്കാട്ടി KSUവും MSFും മന്ത്രിക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി. 24 കോഴിക്കോട്. രാജ്ഭവനിലെ ചടങ്ങ് ബഹിഷ്കരിച്ച മന്ത്രി വി ശിവൻകുട്ടിയുടെ നടപടിയിൽ മുഖ്യമന്ത്രി നേരിട്ട് അതൃപ്തി അറിയിക്കാൻ ഗവർണർ തയ്യാറെടുക്കുന്നു. രാജ്ഭവനിൽ നടക്കുന്ന പരിപാടികൾ ഭാരതാംബ ചിത്രം ഒഴിവാക്കുമെന്ന് അറിയിച്ചെന്ന മുഖ്യമന്ത്രിയുടെ വാദം തെറ്റാണെന്ന് രാജ്ഭവൻ വൃത്തങ്ങൾ അറിയിക്കുന്നു. ഇന്നത്തെ യോഗാദിന പരിപാടിയിലും രാജ്ഭവനിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമായിരുന്നു. ഗവർണറുടെ സുരക്ഷയ്ക്ക് കേന്ദ്ര ഏജൻസികൾ നിയോഗിക്കപ്പെടും എന്ന രീതിയിലുള്ള വാർത്തകൾ രാജ്ഭവൻ തള്ളിക്കളഞ്ഞു. ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് പരിപാടിയിലാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ ബഹിഷ്കരണം കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ചടങ്ങിൽ RSSന്റെ ഭാരതാംബ ചിത്രത്തിൽ ഗവർണർ പുഷ്പാർച്ചന നടത്തിയെന്ന് ആരോപിച്ചായിരുന്നു ബഹിഷ്കരണം. മന്ത്രിയുടെ നടപടി പ്രോട്ടോകോൾ ലംഘനമെന്ന് രാജ്ഭവൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇനി മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ഇക്കാര്യത്തിലുള്ള അതൃപ്തി ഗവർണർ നേരിട്ടറിയിക്കും. രാജ്ഭവനിലെ ചടങ്ങുകളിൽ ഭാരതാംബയുടെ ചിത്രം ഒഴിവാക്കാമെന്നറിയിച്ചതായി മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും അവകാശപ്പെട്ടിരുന്നു. ഗവർണർക്കും ബോധ്യപ്പെട്ടു എന്നാണ് തോന്നുന്നത്. കാരണം പിന്നീട് അതിലൊരു വിശദീകരണം വന്നത് ഔദ്യോഗിക പരിപാടികളിൽ ഇത്തരത്തിലുള്ള ഒരു ചിഹ്നവും വെക്കില്ല എന്ന് തന്നെ അറിയിക്കുന്ന നില രാജ്ഭവൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അത്തരമൊരു പ്രസ്താവന നൽകുന്നതിനിടയായത് ഈ സ്വീകരിച്ച നടപടിയിൽ എന്തോ അപാകതയുണ്ട് എന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കുമല്ലോ. ഏതായാലും സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാണ്. അത് അംഗീകൃത നടപടിക്രമങ്ങളനുസരിച്ച് മാത്രമേ പരിപാടികൾ നടത്താൻ പാടുള്ളൂ. ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ചുള്ള എന്തെങ്കിലും പ്രദർശനം അവിടെ നടത്താൻ പറ്റില്ല. ആർക്കും ഈ സാധ്യത പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. ഇടയ്ക്ക് അദ്ദേഹം പിന്നെ ഗവൺമെൻറ് അറിയിച്ചല്ലോ, ഇനി മേലാൽ ഈ കാര്യം അങ്ങനെ ഉണ്ടാവില്ലെന്ന് അറിയിച്ചല്ലോ. മന്ത്രിമാരുടെ വീടും ഓഫീസും രാജ്ഭവനും പിന്നെ എന്നെല്ലാം പറഞ്ഞാൽ അവിടെ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ചിഹ്നങ്ങളും ഇഷ്ടപ്പെട്ട പ്രതിമകളും കൊണ്ടുവച്ച് പൂജിക്കാൻ വേണ്ട സ്ഥലമൊന്നുമല്ലല്ലോ. ഇത്തരം ഉറപ്പ് സർക്കാരിന് നൽകിയില്ലെന്നാണ് രാജ്ഭവൻ വൃത്തങ്ങൾ പറയുന്നത്. ഗവർണറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും മാധ്യമപ്രവർത്തകരുമായ P. ശ്രീകുമാർ ഇംഗ്ലീഷ് ദിനപത്രത്തിൽ എഴുതിയ ലേഖനമാകാം ഔദ്യോഗിക അറിയിപ്പായി മുഖ്യമന്ത്രി കണക്കാക്കിയതെന്നാണ് രാജ്ഭവൻ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. രാജ്ഭവൻ ആതിഥ്യമരുളുന്ന ചടങ്ങുകളിൽ ഭാരതാംബയുടെ ചിത്രമുണ്ടാകും. സത്യപ്രതിജ്ഞ പോലെ ഉദ്ഘാടനം ആവശ്യമില്ലാത്തവയ്ക്ക് ചിത്രം വെക്കില്ല. ഔദ്യോഗിക പരിപാടി രാജ്ഭവനിൽ വേണോ പുറത്തു വേണോ എന്ന് സർക്കാരിന് നിശ്ചയിക്കാം. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് പരിപാടി സർക്കാർ ചടങ്ങായിരുന്നില്ലെന്നും രാജ്ഭവൻ വൃത്തങ്ങൾ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് 24. കാവിക്കൊടി ദേശീയ പതാകയാക്കണമെന്നാണ് BJP നേതാവ് N. ശിവരാജന്റെ അഭിപ്രായം. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിക്ക് നേരെയും ശിവരാജന്റെ അധിക്ഷേപ പരാമർശം വന്നു. അത് വാക്കുകളൊന്ന് കേൾക്കാം. ദേശീയ പതാകയ്ക്ക് സമാനമായ ഒരു കൊടി വേറൊരു രാഷ്ട്രീയ പാർട്ടി ഉപയോഗിക്കാൻ പറ്റില്ല. കോൺഗ്രസ് വേണമെങ്കിൽ പച്ച പതാക ഉപയോഗിക്കട്ടെ, CPM വേണമെങ്കിൽ പച്ചയും വെള്ളയും ഉപയോഗിക്കട്ടെ. അവർ കാണുന്ന ഹറാമ്. അതുകൊണ്ട് ദേശീയ പതാകയ്ക്ക് സമാനമായ ഒരു പതാക ഒരു രാഷ്ട്രീയ പാർട്ടിയും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കോൺഗ്രസിൻ്റെ ത്രിവർണ്ണ പതാക ഉയർത്തുന്നത്, ദേശീയ പതാകയ്ക്ക് സമാനമായ പതാക ഉയർത്തുന്നത് നിരോധിക്കണമെന്ന് ആരാധനായ ഇന്ത്യൻ രാഷ്ട്രപതിയോടും ഇന്ത്യൻ പ്രധാനമന്ത്രിയോടും ഞാൻ ആവശ്യപ്പെടുന്നു. വിവാദ പരാമർശത്തിൽ N. ശിവരാജനെതിരെ പരാതിയുമായി കോൺഗ്രസ് രംഗത്ത് വന്നു. രാജ്യദ്രോഹ കുറ്റം ചുമത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പാലക്കാട് ബ്ലോക്ക് കമ്മിറ്റി ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തു. ഇനിയൊരു കത്രികയുടെ കഥ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നായകനായ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള അഥവാ JSK എന്ന സിനിമയുടെ റിലീസ് അനിശ്ചിതത്വത്തിലായി. സിനിമയുടെ പേര് മാറ്റണമെന്നാണ് സെൻസർ ബോർഡ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ജാനകി എന്ന പേരിലാണ് അവർക്ക് അതൃപ്തി. എന്തുകൊണ്ട് ആ പേര് മാറ്റണമെന്ന് വ്യക്തമായി സെൻസർ ബോർഡ് പറഞ്ഞിട്ടില്ല എന്നാണ് അറിയുന്നത്. 27-ാം തീയതിയാണ് ഈ ചിത്രം റിലീസ് ചെയ്യേണ്ടത്. പേര് മാറ്റണമെന്ന സെൻസർ ബോർഡിൻ്റെ നിർദ്ദേശം അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാക്കൾ അറിയിച്ചിരിക്കുന്നത്. ഇതോടെ സെൻസർ ബോർഡ് ഈ ചിത്രത്തിന് പ്രദർശനാനുമതി നിഷേധിച്ചു. 24 ബിഗ് ബ്രേക്കിംഗുമായി ഷെവീദ് റാവുത്തർ തിരുവനന്തപുരത്ത് തത്സമയം ചേരുന്നു. ഷെവീദ്, ശരിക്കും ഈ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന പുസ്തകത്തിൽ എന്ന പേരിൽ എന്താണ് കുഴപ്പം എന്ന് മാത്രം സെൻസർ ബോർഡ് പറയുന്നില്ല.
എസ് കെ, നമ്മുടെ അന്വേഷണത്തിലും എന്താണ് ആ പേരിന് കുഴപ്പമെന്ന്, അല്ലെങ്കിൽ അവർ പറയുന്ന കുഴപ്പം, അങ്ങനെ ഒരു കത്രിക വെക്കാനുള്ള കുഴപ്പമെന്ന് അവർ പറയുന്ന രീതിയിലുള്ള എന്തെങ്കിലും കുഴപ്പം അതിനുണ്ടോ എന്ന് നമുക്കും നമ്മളുടെ അന്വേഷണത്തിലും അവർ കൃത്യമായ മറുപടി നൽകിയില്ല എന്നുള്ളതാണ്. എസ് കെ, നമുക്കറിയാം, അതായത് JSK ജാനകി വെസ്റ്റ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയപ്പെടുന്ന സിനിമ ഇതിനോടകം തന്നെ വലിയ ചർച്ചയാണ്. പ്രത്യേകിച്ച് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം സുരേഷ് ഗോപി വക്കീൽ വശത്തിലെത്തുന്ന ഒരു കോർട്ട് റൂം ത്രില്ലർ ചിത്രമാണ്. ആ സ്വഭാവത്തിൽ പുറത്തിറങ്ങുന്ന ചിത്രമാണ് ഈ JSK എന്ന് പറയപ്പെടുന്ന ജാനകി വെസ്റ്റ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയപ്പെടുന്ന സിനിമ. 27-ാം തീയതി വേൾഡ് വൈഡ് റിലീസൊക്കെ നിശ്ചയിക്കുകയും അതവർ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തു. ചിത്രത്തിന്റെ മോഷൻ പിക്ചറിനും അതേപോലെ ടീസറിനും ഒക്കെ വലിയ സ്വീകാര്യത സോഷ്യൽ മീഡിയയിലടക്കം കിട്ടുകയും ഒരു ഫാമിലി പ്ലസ് കോർട്ട് റൂം ത്രില്ലർ സ്വഭാവത്തിലുള്ള സിനിമ എന്നുള്ള ചർച്ച ഇതിനോടകം തന്നെ സജീവമായി നിലനിൽക്കുകയുമായിരുന്നു. അതിനിടയിലാണ് സെൻസർ ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ മകനും ഈ സിനിമയിൽ എത്തുന്നു, സുരേഷ് ഗോപിയുടെ മകനായിട്ടുള്ള ഏറ്റവും ഇളയ മകനും ഈ സിനിമയിൽ എത്തുന്നു എന്നുള്ള പ്രത്യേകത കൂടി ഈ സിനിമയ്ക്കുണ്ടായിരുന്നു. അതായത് മാധവ് സുരേഷും അഭിനയിക്കുന്ന സിനിമ എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ഈ സിനിമയുടെ പേരിലാണ് സെൻസർ ബോർഡ് ഉടക്കിയത് എന്നതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. അതായത് ജാനകി എന്ന് പറയപ്പെടുന്ന പേര് മാറ്റണമെന്നാണ് സെൻസർ ബോർഡ് നിർമ്മാതാക്കൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ആ കഥാപാത്രത്തിന്റെ പേരും ജാനകി എന്നാണ്. ആ പേരും കഥാപാത്രത്തിന്റെ പേരും മാറ്റണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇതോടുകൂടി നിർമ്മാതാക്കൾ അവരുടെ നിലപാട് കടുപ്പിച്ചു. അങ്ങനെ ആ സിനിമയുടെ പേര് മാറ്റാൻ കഴിയില്ല എന്ന് നിലപാടെടുത്തതോടുകൂടിയാണ് ഇതിന്റെ റിലീസ് അനിശ്ചിതത്വത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിനോടകം തന്നെ ഈ സിനിമയുടെ സംവിധായകനായിട്ടുള്ള പ്രവീൺ നാരായണൻ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ ഫേസ്ബുക്കിലടക്കം ഒരു പോസ്റ്റ് ഇപ്പോൾ ഇതിനോടകം തന്നെ ഇട്ടിട്ടുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് സിനിമയുടെ റിലീസ് അത് അനിശ്ചിതാവസ്ഥയിലായി എന്നുള്ളതാണ്. സ്വാഭാവികമായും വലിയ പ്രതീക്ഷയോടെ പുറത്തിറങ്ങാൻ കാത്തിരുന്ന ഒരു സിനിമയാണ്. ആ സിനിമയാണ് ഈ രീതിയിൽ ഇപ്പോൾ നിന്നു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അതല്ലെങ്കിൽ അതിന്റെ പ്രദർശനാനുമതി സെൻസർ ബോർഡ് നിഷേധിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ചിത്രത്തിന്റെ നിർമ്മാതാവ് J. ഫനീന്ദ്രകുമാറാണ്. മാത്രമല്ല, ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രത്യേകത സുരേഷ് ഗോപിയുടെ പുറത്തിറങ്ങാനിരിക്കുന്ന ഒരു മാസ് പ്ലേ ആയിരിക്കും ചിത്രമെന്ന ഇതിനോടകം തന്നെ വലിയ ശ്രദ്ധയും ചർച്ചയും ഒക്കെ ഉണ്ടായ ഒരു സിനിമ. മാത്രമല്ല, ഈ ചിന്താമണി കൊലക്കേസ്, വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ചിന്താമണി കൊലക്കേസുമായിട്ടുള്ള പല കമ്പാരിസൺ ഇതിനോടകം തന്നെ സിനിമയുമായി ബന്ധപ്പെട്ട് നടക്കുകയും സിനിമാ പ്രേമികളടക്കം വലിയ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമയ്ക്കാണ് ഇപ്പോൾ ഒരു കത്രിക ഈ രീതിയിൽ വീണിരിക്കുന്നത്. നിർമ്മാതാക്കൾ അവരുടെ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുന്നു. സെൻസർ ബോർഡിന് വീണ്ടും ഒരു നോട്ടീസ് ഈ വിഷയത്തിൽ അയക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ടെന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. സ്കൈൻ. ഓക്കെ, ഷബീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം ഈ സിനിമയുടെ സംവിധായകൻ പ്രവീൺ നാരായണനെ കൂടി നമ്മൾ തത്സമയം പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം എന്തായാലും സെൻസർ ബോർഡ് ഇതിന് അവതരണ അനുമതി നിഷേധിച്ചതുകൊണ്ട് 27-ാം തീയതി ചിത്രത്തിൻ്റെ റിലീസ് ഉണ്ടാകില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്ന വിവരം. വളരെയേറെ പബ്ലിസിറ്റി കിട്ടിയ ചിത്രം തന്നെയാണ് ഈ JSK. ജാനകി എന്ന പേര് ഉപയോഗിക്കുന്നതാണ് ഇപ്പോൾ സെൻസർ ബോർഡിനെ പ്രശ്നത്തിലാക്കിയിരിക്കുന്നത്. ഈ പേര് മാറി വേറെ എന്തെങ്കിലും പേര് ഉപയോഗിക്കണം. JSK എന്ന പേരിൽ തന്നെ ഈ പടം ഇതിനകം തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. എന്നാൽ ഇപ്പോഴാണ് ഈ JSKയിലെ, അതായത് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നതിലെ ജാനകി എടുത്തു മാറ്റണം എന്നാണ് ഇപ്പോൾ സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ജാനകിക്ക് എന്താണ് കുഴപ്പം എന്ന് മാത്രം സെൻസർ ബോർഡ് വ്യക്തമായി പറഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും ഈ 27-ാം തീയതി എല്ലാ തിയേറ്ററുകളിലും റിലീസ് വരാൻ കാത്തിരുന്നതാണ്. എന്നാൽ പ്രേക്ഷകരെ നിരാശരാക്കിക്കൊണ്ട് ഈ ചിത്രം, സുരേഷ് ഗോപി ചിത്രം, അദ്ദേഹം നായകനായി അഭിനയിക്കുന്ന ചിത്രമാണ്. മാത്രമല്ല, കേന്ദ്രമന്ത്രിയെ സുരേഷ് ഗോപി അഭിനയിക്കുന്ന ചിത്രത്തിന് തന്നെ സെൻസറിൻ്റെ കട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഒരു വാർത്ത തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും 27-ാം തീയതി ചിത്രത്തിൻ്റെ റിലീസ് ഉണ്ടാകില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പ്രവീൺ നാരായണൻ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. ഷബീദ് റാവുത്തർ വീണ്ടും നമുക്കൊപ്പം ചേരുകയാണ്. പറയൂ ഷബീദ്, ഈ ചിത്രത്തിന്റെ ജാനകിയിലെ പ്രശ്നം എന്താണെന്നറിയാമോ? സെൻസർ ബോർഡിന്റെ അനാവശ്യ ഇടപെടൽ അത് സിനിമാ പ്രവർത്തകർക്കിടയിൽ വലിയ ചർച്ചയും വലിയ പ്രതിഷേധവും ഒക്കെ പലപ്പോഴായി മുൻപും പല സിനിമകളുടെ പേരിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മാത്രമല്ല, അതിലൊക്കെ എന്തെങ്കിലും ഒരു പോളിസി വിഷയങ്ങളൊക്കെ ഉണ്ടാകാം. അതൊക്കെ സെൻസർ ബോർഡ് പറയുന്ന സമയത്ത് ക്ലിയർ ചെയ്യുന്ന കാഴ്ചകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ സിനിമയിൽ, ജാനകി വെസ്റ്റ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയപ്പെടുന്ന സിനിമയിൽ, പ്രത്യേകിച്ച് SK സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു MP തന്നെ അഭിനയിക്കുന്ന, സുരേഷ് ഗോപി തന്നെ അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. മാത്രമല്ല, അതിൽ ഒരൊറ്റ കാര്യത്തിൽ ഉടക്കി നിൽക്കുന്നു എന്നുള്ളതാണ് സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ ഇതിൽ ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവരൊരു വിഷമമായിട്ടും അവരുടെ ഒരു പ്രയാസമായിട്ടും ഒക്കെ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. പ്രത്യേകിച്ച് ആ സിനിമയുടെ പേര് ജാനകി വെസ്റ്റ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയപ്പെടുന്ന സിനിമയിലെ ജാനകി എന്ന പേര് അത് മാറ്റണം. അതിനപ്പുറത്തേക്ക് ആ കഥാപാത്രത്തിന്റെ പേരും സമാനമാണ്. ആ പേരും മാറ്റി സിനിമ വീണ്ടും സെൻസർ ബോർഡിന്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടി വിധേയമാക്കണമെന്നുള്ളതാണ് സെൻസർ ബോർഡ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. പക്ഷേ ഈ സിനിമയുടെ തിരക്കഥാകൃത്തും അതേപോലെ തന്നെ സംവിധായകനടക്കമുള്ള ആളുകൾ ഇക്കാര്യത്തിൽ പറയുന്ന ഒരു കാര്യം, ആ പേര് മാറ്റി എങ്ങനെ പിന്നീട് അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ എന്ത് ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടാകും? പ്രത്യേകിച്ച് വളരെ സീരിയസ് സ്വഭാവത്തിൽ വരുന്ന ഒരു കോർട്ട് റൂം ത്രില്ലർ, ഒരു പക്ഷേ അതും ഒരു
ഒരു കോർട്ട് റൂം ത്രില്ലർ കൂടി ഒരുപക്ഷെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് മലയാള സിനിമയിൽ സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു സിനിമ കൂടി വരുന്നു എന്നുള്ള ഒരു പ്രത്യേകത ഇതിനുണ്ടായിരിക്കെ എന്തിനാണ് അനാവശ്യമായ പിടിവാശി എന്നുള്ളതാണ് സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ ചോദ്യം. മാത്രവുമല്ല, നമുക്കറിയാം ഈ സിനിമയുടെ പ്രത്യേകത, ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രത്യേകതകൾ, പ്രത്യേകിച്ച് ആ സിനിമയുടെ ജോണറിന്റെ പ്രത്യേകത, അതിനപ്പുറത്തേക്ക് സുരേഷ് ഗോപി ഒരു വക്കീൽ വേഷത്തിലേക്ക് എത്തുന്നു ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം എന്നുള്ള പ്രത്യേകത, അതൊരു കോർട്ട് റൂം ത്രില്ലർ പ്ലസ് ഫാമിലി എന്റർടൈനർ ആണ് എന്നുള്ളൊരു പ്രത്യേകത വരുന്നുണ്ട്. മാത്രമല്ല, സുരേഷ് ഗോപിയുടെ മകൻ അഭിനയിക്കുന്നു എന്നുള്ള പ്രത്യേകത, അനുപമ പരമേശ്വരൻ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിലേക്ക് സജീവമായി വരുന്നു എന്നുള്ളൊരു പ്രത്യേകത, അങ്ങനെ പലതരത്തിലുള്ള പ്രത്യേകതകളുള്ള സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയുടെ മുകളിലേക്ക് എന്തിനാണ് ഈ കത്രിക വെട്ട് എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ഉയർന്നിരിക്കുന്നുണ്ട്. ഈ സിനിമയുടെ സംവിധായകൻ പ്രവീൺ നാരായണന്റെ ഫേസ്ബുക്കിനോട് ഇതിനോടകം തന്നെ വലിയ പ്രതികരണം ഉണ്ടായിരിക്കുന്നുണ്ട്. അനാവശ്യമായി ഇത്തരം വിവാദങ്ങൾ സെൻസർ ബോർഡ് എന്തിനാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള ചോദ്യം കൂടി സോഷ്യൽ മീഡിയയിലടക്കം സജീവമായി ഉയരുന്ന കുറച്ച് മണിക്കൂറുകൾ കൂടിയാണ് ഈ കഴിഞ്ഞു പോകുന്നത്. അല്പസമയം മുൻപാണ് ഈ വിഷയത്തിൽ സെൻസർ ബോർഡ് അവരുടെ നിലപാട് കടുപ്പിക്കുന്നതും അതേസമയം ഈ നിർമ്മാതാക്കൾ അങ്ങനെ ഒരു പേരിന്റെ പുറത്ത് ഈ സിനിമയെ ഇങ്ങനെ ദ്രോഹിക്കരുത് എന്നുള്ള നിലപാട് അവർ പറയുകയും ചെയ്യുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ സെൻസർ ബോർഡിന്റെ തുടർ നിലപാട് നിർണായകമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന 27-ാം തീയതി റിലീസിനിറങ്ങേണ്ട ചിത്രം സെൻസർ ബോർഡിന്റെ കത്രിക പൂട്ട് വീണത് കാരണം റിലീസ് ചെയ്യുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സുരേഷ് ഗോപി നായകനായ ചിത്രമാണിത്. മാത്രമല്ല, ഈ ചിത്രത്തിൽ സെൻസർ ബോർഡിന്റെ കത്രിക വന്നത് സുരേഷ് ഗോപി അസംതൃപ്തി പ്രകടിപ്പിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ചിത്രത്തിന്റെ സംവിധായകൻ പ്രവീൺ നാരായണനുമായും അതുപോലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുമായി നമ്മൾ ബന്ധപ്പെടാൻ നടത്തിയ ശ്രമം വിജയിച്ചിട്ടില്ല. അവർ ലൈനിൽ അവരെ കിട്ടിയാൽ നമുക്ക് തീർച്ചയായിട്ടും അവരുടെ അഭിപ്രായങ്ങൾ കൂടി തേടാം. എന്തായാലും 27-ാം തീയതി ചിത്രം റിലീസിനില്ല. ഇനി നമുക്കൊരു ഇടവേള പോകണം. ഇടവേള കഴിയുമ്പോൾ കൊഴുപ്പ് മാറ്റൽ ശസ്ത്രക്രിയയെ തുടർന്ന് കൈകാലുകളിലെ വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്ന തിരുവനന്തപുരം കഴക്കൂട്ടത്തെ നീതുവിൻ്റെ മൊഴിയെടുക്കാൻ ആരോഗ്യവകുപ്പ് അന്വേഷണ സംഘം തയ്യാറാകുന്നു എന്ന വാർത്തയുണ്ട്. ഈ വാർത്തയിലേക്ക് നമുക്ക് വരാം ഇടവേള കഴിഞ്ഞ് ബ്രേക്ക്. മറ്റു ചില വാർത്തകൾ വിശദമായി. കൊഴുപ്പ് മാറ്റൽ ശസ്ത്രക്രിയയെ തുടർന്ന് കൈകാലുകളിലെ വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്ന കഴക്കൂട്ടത്തെ നീതുവിൻ്റെ മൊഴിയെടുക്കാൻ ആരോഗ്യവകുപ്പ് അന്വേഷണ സംഘം തയ്യാറാകും. ആരോപണ വിധേയനായ ഡോക്ടർക്കും അടുത്ത മാസം 5-ാം തീയതി ഹാജരാകാൻ അപ്പെക്സ് ബോഡി നിർദ്ദേശം കൊടുത്തു. ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്നും തത്സമയം പ്രൈം ടൈമിൽ ചേരുകയാണ്. മേഘന, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്താണ് കൂടുതൽ വിവരങ്ങൾ? SKN സംഭവത്തിൽ ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം തുടരുകയാണ്. അതിലാണ് ഇന്ന് അപ്പെക്സ് ബോഡി കൊച്ചിയിൽ വെച്ച് ചേർന്നത്. അതിൽ തുടർ നീക്കങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിൽ പ്രധാനമായും ഈ അപ്പെക്സ് ബോഡിയിൽ നീതുവിൻ്റെ, അതായത് കോസ്മെറ്റിക് ശസ്ത്രക്രിയ വിവാദമാണ് ഏറ്റവും പ്രധാനമായും ചർച്ചയായിട്ടുള്ളത്. ആ ചർച്ചയിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്ന് പറയുന്നത് ഈ കോസ്മെറ്റിക് സർജറിയുമായി ബന്ധപ്പെട്ട വിദഗ്ധ ഡോക്ടർമാരുടെ ഒരു അഭിപ്രായം തേടാൻ തയ്യാറാകുന്നു ആരോഗ്യവകുപ്പ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നീതുവിൻ്റെ, അതായത് ഈ പരാതിക്കാരിയായിട്ടുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, അതായത് കൈകാലുകളിലെ വിരലുകൾ മുറിച്ചു മാറ്റിയ നീതുവിന്റെ മൊഴിയെടുക്കാൻ തയ്യാറാകുന്നു അപ്പെക്സ് ബോഡി എന്നുള്ളതാണ്. ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ നേതൃത്വത്തിലാണ് ഈ അപ്പെക്സ് ബോഡി യോഗം ഇന്ന് ചേർന്നിട്ടുള്ളത്. അതിലാണ് ആദ്യമായി, അതായത് ഈ സംഭവം കഴിഞ്ഞിട്ട് 4 മാസം കഴിയുകയാണ്, അതിനുശേഷമാണ് ഇരയെ അല്ലെങ്കിൽ നീതുവിന്റെ മൊഴിയെടുക്കാൻ വേണ്ടി ആരോഗ്യവകുപ്പ് തയ്യാറാകുന്നത്. അതിൽ കൂടുതൽ കാര്യങ്ങൾ, അതായത് എന്താണ് സംഭവിച്ചതെന്നടക്കമുള്ള കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. അതുപോലെ തന്നെ അതിൽ പ്രധാനമായും ഈ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു അന്വേഷണം എന്ന് പറയുന്നത് എന്താണ് അത് സംഭവിച്ചതെന്നറിയാനുള്ള ഈ ഡോക്ടറുടെ, അതായത് ഈ സർജറി നടത്തിയ ഡോക്ടറുടെ കൂടുതൽ വിവരങ്ങൾ കൂടി. അത് ജൂലൈ 5-നാണ് വീണ്ടും ഇനി അപ്പെക്സ് ബോഡി ചേരുക. ആ ബോഡിയിലേക്ക് ഈ ഡോക്ടറെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കാനുള്ള ഒരു നീക്കം കൂടി നടത്തുന്നുണ്ട്. അങ്ങനെയാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ആ അന്വേഷണത്തിന് ശേഷമായിരിക്കും പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള തുടർ നടപടികൾ ഉണ്ടാവുക. കാരണം ഈ മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് ആദ്യം അപ്പെക്സ് ബോഡി തള്ളിയിരുന്നു. ശേഷം വീണ്ടും ഒരു വിദഗ്ധമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് അപ്പെക്സ് ബോഡി നിർദ്ദേശം നൽകിയിരുന്നത്. ഇനി ഈ വിദഗ്ധമായ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പോലീസിന് സമർപ്പിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. എന്തായാലും ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പിന്റെ ഈ അപ്പെക്സ് ബോഡിയുടെ നീക്കം എന്ന് പറയുന്നത് ഒന്നാമതായി ഈ നീതുവിന്റെ മൊഴിയെടുക്കുക എന്നുള്ളതാണ്. കൂടാതെ ഈ വിദഗ്ധരായിട്ടുള്ള ഈ കോസ്മെറ്റിക് സർജറിയിൽ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുടെ മൊഴിയെടുക്കുക. അതുപോലെ തന്നെ ഈ ആരോപണ വിധേയായിട്ടുള്ള ഡോക്ടറോട് ജൂലൈ 5-ന് അടുത്ത മാസം അപ്പെക്സ് ബോഡി ചേരുന്ന തീയതിയിൽ അവിടെ എത്തി, കൊച്ചിയിലെത്തി മൊഴി രേഖപ്പെടുത്താൻ വേണ്ടി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ നിർദ്ദേശം പോകുന്നത്. അതിനുശേഷമായിരിക്കും ഇതിൽ കൂടുതൽ നടപടികൾ, അതായത് പോലീസിന്റെ ഭാഗത്ത് നടക്കമുള്ള കൂടുതൽ നടപടികൾ ഉണ്ടാവുക. അതുപോലെ തന്നെ ഇതിൽ കഴിഞ്ഞ ദിവസം തന്നെ നീതു മാധ്യമങ്ങളുടെ അടക്കം വന്ന് പറഞ്ഞത് ഇതിൽ ഗുരുതര ആരോപണങ്ങളാണ്. അതായത് ഇതിലൊരു ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള ഒരു പരിചരണം ലഭിച്ചില്ല, അതുപോലെ തന്നെ യാതൊരുവിധ ആധുനിക സംവിധാനങ്ങളും ഈ കോസ്മെറ്റിക് ആശുപത്രിയിൽ ഉണ്ടായിരുന്നില്ല തുടങ്ങി വലിയ രീതിയിൽ, അതായത് ഒന്ന് സമയം കഴിഞ്ഞിരുന്നുവെങ്കിൽ താൻ മരിച്ചു പോയേനെ എന്നായിരുന്നു നീതു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണം നടക്കും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. എന്തായാലും ഇപ്പോൾ നീതുവിന്റെ ഭർത്താവിന്റെ പരാതിയിൽ കോസ്മെറ്റിക് ക്ലിനിക്കിനെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ മെഡിക്കൽ ബോർഡ് റിപ്പോർട്ടും അതുപോലെ തന്നെ അപ്പെക്സ് ബോഡിയുടെ അന്വേഷണ റിപ്പോർട്ടും ലഭിച്ചതിന് ശേഷം മാത്രമേ പോലീസിന് തുടർ നടപടികളുമായി മുന്നോട്ട്
മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതിനുശേഷമായിരിക്കും ഈ തുടർ ആശുപത്രിക്കെതിരെ അടക്കമുള്ള തുടർ പോലീസ് നടപടികൾ ഉണ്ടാവുക. മേഘന, ഇതിനിടയിൽ ഈ കുറ്റാരോപണ വിധിയായ ഇതിനെ ഡോക്ടർ മെഡിക്കൽ ബോർഡ് അദ്ദേഹത്തിനെ ക്ലിയർ ചെയ്തു, കുറ്റം നടത്തിയിട്ടില്ല എന്ന രീതിയിൽ അങ്ങനെ എന്തെങ്കിലും ക്ലിയറൻസ് വന്നിരുന്നോ? SKN അതിൽ പ്രധാനമായും ഈ ശസ്ത്രക്രിയ നടക്കുന്നത് ഫെബ്രുവരി 22-നാണ്. അതിനുശേഷം ഒരു അന്വേഷണ നാൾ വഴി എന്ന് പറയുന്നത് ആദ്യം ഈ ആരോഗ്യ വകുപ്പ് ഒരു മെഡിക്കൽ ബോർഡ് സംഘത്തെ നിയോഗിക്കുന്നു. ആ അന്വേഷണ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് അതായത് ഈ കോസ്മെറ്റിക് ആശുപത്രിക്ക് ഒരു പിഴവ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതായത് അതിസങ്കീർണമായ മെഡിക്കൽ സാഹചര്യമാണ് ഉണ്ടായത്, അല്ലാതെ ഒരു ശസ്ത്രക്രിയ പിഴവ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആദ്യം മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടായി വന്നത്. ഈ മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് അപ്പെക്സ് ബോഡിയും എത്തിക്സ് കമ്മിറ്റിയും തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഒരു വിദഗ്ധമായിട്ടുള്ള ഒരു പുനരന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയത്. കാരണം ഈ യുവതിയുടെ, അതായത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ യുവതിയുടെ കൈകാലുകളിലെ 9 വിരലുകളാണ് നഷ്ടമായിട്ടുള്ളത്. അത് ഈ അടിവയറിലെ കൊഴുപ്പ് നീക്കാൻ ശസ്ത്രക്രിയ നടക്കുന്നു, അതിനുശേഷം അണുബാധ ഉണ്ടാകുന്നു. ഈ അണുബാധയെ തുടർന്നാണ് 9 വിരലുകൾ നഷ്ടമായിട്ടുള്ളത്. അത് ഗുരുതര സ്വഭാവം കാണിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പിഴവ് സംഭവിച്ചിട്ടില്ല, ആശുപത്രിക്ക് പിഴവ് സംഭവിച്ചിട്ടില്ല എന്നുള്ളൊരു റിപ്പോർട്ട് അപ്പെക്സ് കമ്മിറ്റിയും എത്തിക്സ് ബോഡിയും തള്ളിക്കളഞ്ഞിട്ടുള്ളത്. അതിനുശേഷമാണ് ഈ തുടരന്വേഷണം നടക്കുന്നത്. ആ അന്വേഷണം അവസാന ഘട്ടത്തിൽ, അതായത് ഈ യുവതിയുടെ മൊഴിയെടുക്കുന്നു, അതുപോലെ തന്നെ വിദഗ്ധരായിട്ടുള്ള ഡോക്ടറെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നു, കൂടാതെ ഈ ആരോപണ വിധേയായിട്ടുള്ള ഡോക്ടറുടെ മൊഴിയെടുക്കുന്നു. അതിനുശേഷം ഒരു റിപ്പോർട്ട് സമർപ്പിച്ചായിരിക്കും കൂടുതൽ നടപടികൾ ഉണ്ടാവുക. എന്തായാലും ആദ്യഘട്ടത്തിലെ അന്വേഷണ റിപ്പോർട്ട് എന്ന് പറയുന്നത് അതിസങ്കീർണമായ മെഡിക്കൽ സാഹചര്യം മാത്രമാണ് ഉണ്ടായത്. അതിൽ ഒരു BP വേരിയേഷൻ അടക്കം ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഈ ഒരു അണുബാധ സംഭവിച്ചത്. അതിൽ ഒരു മെഡിക്കൽ പിഴവെന്ന് കാണാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട്. അതിനുശേഷമാണ് വീണ്ടും ഒരു പുനരന്വേഷണം നടക്കുന്നത്. ആ പുനരന്വേഷണത്തിന്റെ 2ാം ഘട്ടമായാണ് ഈ ജൂലൈ 5-ന് അപ്പെക്സ് ബോഡി വീണ്ടും ചേരുകയും അവിടെ ഈ ഡോക്ടറെ അടക്കം എത്തിച്ചുകൊണ്ട് മൊഴിയെടുക്കുകയും അതുപോലെ തന്നെ ഈ പരാതിക്കാരിയായിട്ടുള്ള നീതുവിന്റെ മൊഴിയും എടുത്ത് കൂടുതൽ പുരോഗതിയിലേക്ക് കേസ് പോകുന്നത്. അതിനുശേഷം മാത്രമേ ഈ പോലീസിന് എന്തെങ്കിലും തരത്തിൽ നടപടിക്രമങ്ങളിലേക്ക് പോകാൻ കഴിയുള്ളൂ. താങ്ക് യു മേഘന മുരളി. നിങ്ങൾക്കറിയാം, ഇറാൻ ഇസ്രയേൽ സംഘർഷം അതുപോലെ തന്നെ തുടരുകയാണ്. യുദ്ധത്തിന്റെ കാഹളം ലോകത്ത് കൂടുതൽ രാജ്യങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നു എന്ന കാര്യം വാർത്തകളായി വരുന്നു. പശ്ചിമേഷ്യയുടെ വിലാപം. ഇറാൻ ഇസ്രയേൽ ആക്രമണം 9ാം ദിവസവും തുടരുകയാണ്. ഇറാൻ നഗരമായ അഹ്വാസ് ലക്ഷ്യമാക്കി ഇസ്രയേൽ ആക്രമണം നടത്തിയെന്ന ഇറാനിൽ നിന്ന് 5 റോക്കറ്റുകൾ പതിച്ചെന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രയേൽ നഗരമായ ബെയ്സാനിൽ ഡ്രോണുകളും പതിച്ചു. അതിനിടെ ഖത്തർ പ്രധാനമന്ത്രി ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി മുഹമ്മദ് അൻവർ തത്സമയം ചേരുകയാണ്. പ്രൈം ടൈമിലേക്ക് സ്വാഗതം മുഹമ്മദ് അൻവർ. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ വാർത്താമുറിയിൽ ലഭിച്ചത് ഇന്ന്? SKN തുടർച്ചയായ 9ാം ദിവസവും ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന് അയവില്ല. ഇന്നലെ ജനീവയിലും അതുപോലെ തന്നെ UN സുരക്ഷാ സമിതിയിലും യോഗങ്ങൾ ചേർന്നിരുന്നെങ്കിലും ഇരു രാജ്യങ്ങളും അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിൻ്റെ തുടർച്ചയെന്നോളം ഇന്നും ആക്രമണങ്ങൾ തുടരുകയാണ്. 5 മിസൈലുകൾ ഇസ്രായേൽ പതിച്ചെന്ന് ഇറാൻ്റെ മിസൈലുകൾ പതിച്ചെന്ന ഇസ്രായേൽ മാധ്യമങ്ങൾ ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഇതിൽ അത്യാഹിതമൊന്നും സംഭവിച്ചിട്ടില്ല, അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നും അവിടുന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്തായാലും തിരിച്ച് ഇസ്രായേലിൻ്റെ പ്രത്യാക്രമണത്തിൽ ഇറാൻ ഇന്ന് ഇസ്രായേലിൽ നിന്ന് തിരിച്ചടിച്ചത് എണ്ണ ഉൽപ്പാദന മേഖലയായ അഹ്വാസ് കേന്ദ്രമാക്കിയായിരുന്നു ഇന്ന് ഇസ്രായേലിൻ്റെ ആക്രമണം. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അവിടെ പുകപടലങ്ങൾ ഉയരുന്നുണ്ട് എന്ന് അൽ ജസീറ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും ഇരു രാജ്യങ്ങളും ആക്രമണവും പ്രത്യാക്രമണവുമായി കഴിഞ്ഞ 9 ദിവസമായി തുടരുന്ന ആക്രമണവും പ്രത്യാക്രമണവും തുടരുകയാണ്. ഇതുവരെ ഇറാനിൽ 400-ലധികം ആളുകൾ മരിച്ചുവെന്നും 3000-ലധികം ആളുകൾക്ക് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ടെന്നുമാണ് ഇറാൻ ഔദ്യോഗികമായി അറിയിക്കുന്നത്. അതേസമയം തന്നെയാണ് ഇന്ന് തുർക്കിയിൽ ഇന്ന് ഖത്തറിൽ ഇറാൻ വിദേശകാര്യമന്ത്രിയുമായുള്ള ചർച്ച തുർക്കിയിലെ ഇസ്താംബുളിൽ നടക്കുന്നുണ്ട്. GCC രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും GCC നേതാക്കളുമാണ്, പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലെ രാജ്യ നേതാക്കളാണ് അവിടെ ഈ മീറ്റിങ്ങിൽ ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയുമായുള്ള യോഗത്തിൽ പങ്കെടുക്കുന്നത്. അതിൽ ഖത്തർ പ്രധാനമന്ത്രി ഇസ്രായേൽ ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നുണ്ട്. മേഖലയിലെ സമാധാനം പുനഃസ്ഥാപിക്കണമെങ്കിൽ ഇസ്രായേലിൻ്റെ ഏകപക്ഷീയമായ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഇറാൻ വിദേശകാര്യമന്ത്രിയുമായുള്ള യോഗത്തിന് ശേഷം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ
അതുപോലെ തന്നെയാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഡയറക്ടറുമായും ഈ GCC രാജ്യങ്ങളിലെ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. മേഖലയിലെ ഒരു ആണവ യുദ്ധത്തിലേക്ക് പോകാതിരിക്കാനുള്ള നീക്കങ്ങൾ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി സ്വീകരിക്കണം. ഇസ്രായേലിനെയും ഇറാനുമായും ചർച്ച നടത്തി ഈ മേഖലയിൽ ആണവായുധ ഭീഷണി ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ് GCC രാഷ്ട്രത്തലവന്മാർ ഈ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഡയറക്ടറുമായുള്ള ചർച്ചയിൽ മുന്നോട്ട് വെച്ചത്. SKN. താങ്ക് യു മുഹമ്മദ് അൻവർ. മറ്റൊരു വാർത്തയിലേക്ക്. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇറാനിൽ നിന്ന് എല്ലാ ഇന്ത്യക്കാരെയും ഒഴിപ്പിക്കും. ദൗത്യത്തിന്റെ ഭാഗമായി നേപ്പാൾ, ശ്രീലങ്കൻ പൗരന്മാരെയും മടക്കിക്കൊണ്ടുവരും. ഇസ്രയേലിൽ നിന്ന് ഒഴിപ്പിച്ച 100 ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ സഹായവുമായി ജോർദാനും രംഗത്ത് വന്നു. അതിനിടെ മഷ്ഹാദിൽ നിന്നുള്ള മറ്റൊരു വിമാനം കൂടി ഡൽഹിയിൽ ഇറങ്ങി. സംഘത്തിൽ മലപ്പുറം സ്വദേശിയായ ഒരു വിദ്യാർത്ഥിനിയും ഉണ്ടായിരുന്നു. ഇറാൻ ഇസ്രായേൽ സംഘർഷം കൂടുതൽ വഷളാകുന്ന സാഹചര്യത്തിലാണ് ഇറാനിൽ നിന്ന് മുഴുവൻ ഇന്ത്യൻ പൗരന്മാരെയും ഒഴിപ്പിക്കാനുള്ള വിദേശകാര്യ മന്ത്രാലയത്തിന്റെ തീരുമാനം. ഇറാനിലെ ഇന്ത്യക്കാരോട് ടെലിഗ്രാം വഴിയോ ഹെൽപ്പ് ലൈൻ നമ്പർ വഴിയോ ഉടൻ എംബസിയുമായി ബന്ധപ്പെടാൻ നിർദ്ദേശം നൽകി. നേപ്പാളിന്റെയും ശ്രീലങ്കയുടെയും അഭ്യർത്ഥന മാനിച്ച് ഇരു രാജ്യങ്ങളുടെയും പൗരന്മാരെയും ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇന്ത്യ തിരികെ കൊണ്ടുവരും. ഇസ്രായേലിൽ നിന്ന് കരമാർഗം 100ഓളം ഇന്ത്യക്കാരെ ജോർദാനിൽ എത്തിച്ചു. ഇവരെ റോയൽ ജോർദാനിയൻ എയർലൈൻസ് വഴി നാട്ടിലെത്തിക്കുമെന്നാണ് വിവരം. ഇറാനിലെ മഷ്ഹാദിൽ നിന്ന് 256 പേരുമായി രണ്ടാമത്തെ സംഘം വൈകിട്ടോടെ ഡൽഹിയിലെത്തി. സംഘത്തിൽ മലപ്പുറം സ്വദേശിനിയായ ആദ്യവർഷ മെഡിക്കൽ വിദ്യാർത്ഥിനി ഫാദിലയും ഉണ്ടായിരുന്നു. ഇന്ത്യൻ എംബസി എല്ലാ സഹായങ്ങളും നൽകിയെന്ന് ഫാദിലയുടെ പിതാവ്. കമ്മ്യൂണിക്കേഷൻ കുറവായതുകൊണ്ട് ഒരു പ്രയാസം ഉണ്ടായിരുന്നു. ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് പ്രകാരം ഇടയ്ക്കിടയ്ക്ക് കിട്ടും, ഇടയ്ക്ക് ബ്ലോക്ക് ആവും. അത് കാരണം അപ്പോൾ പിന്നെ ഇടയ്ക്ക് ബ്ലാസ്റ്റുകൾ കാണുന്നുണ്ട്, അവരും ഫോട്ടോ അയക്കുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തിരിച്ചെത്തിയ സ്ഥിതിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. ഒരു സിറ്റിയിൽ വേറെ സിറ്റിയിലേക്ക് പോകുമ്പോഴും ആശങ്കയുണ്ടായിരുന്നു. ചെക്ക് പോയിന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായത് ആശങ്കയുണ്ടായിരുന്നു. ഒരു ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്, ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിലൂടെ കാര്യങ്ങൾ അറിഞ്ഞിരുന്നു. അപ്പോൾ അത് ഇന്ത്യയിൽ നിന്നും കൂടി ആകുമ്പോൾ അവർ കിട്ടുന്ന ഇൻഫർമേഷൻ ഇവിടുന്ന് അവർ പാസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അറിയാൻ കഴിഞ്ഞു. മഷ്ഹാദിൽ നിന്നുള്ള മൂന്നാമത്തെ വിമാനം രാത്രി 11:30 ഡൽഹിയിലെത്തുമെന്നാണ് വിവരം. ഇതുവരെ 827 ഇന്ത്യക്കാരെ സുരക്ഷിതമായി തിരികെ എത്തിച്ചുവെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അച്യുതൻ, 24, ഡൽഹി. നേരത്തെ നമ്മൾ ഈ ആശുപത്രിയുടെ അനാസ്ഥയെക്കുറിച്ച് പറഞ്ഞതിൽ ഷാഫി കൊമ്മേറി പറയുന്നു, ഹോസ്പിറ്റലിൽ ഇങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്, അത് വെറും അശ്രദ്ധയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. പല പ്രേക്ഷകരും ഈ നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ മാത്രമാണല്ലോ വരുന്നത്. എന്താ ചെയ്യുക? സഹോദരൻ തല്ലിക്കൊല്ലുന്ന ഒരു നാട്ടിൽ ഇത്തരം നെഗറ്റീവ് വാർത്തകൾ വന്നാൽ വാർത്തകളെ നമുക്ക് അവഗണിക്കാൻ പറ്റുമോ? അതല്ലേ പ്രശ്നം. ഇനി വേറൊരു വാർത്തയിലേക്ക്. കോട്ടയം പൊന്തൻപുഴ വനം റോഡിൽ മാലിന്യം തള്ളുന്നത് തുടർക്കഥയാകുന്നുവെന്ന് ഞങ്ങളുടെ കോട്ടയം ബ്യൂറോ പറയുന്നു. പരാതി പറഞ്ഞിട്ടും നടപടിയില്ലെന്ന് നാട്ടുകാരുടെ പരാതി. അറവ് മാലിന്യം അടക്കം രാത്രികാലങ്ങളിൽ റോഡരികിൽ തള്ളുകയാണ്. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി ടോബി ജോൺസൺ ചേരും. അതിനു മുമ്പ് നമുക്ക് ഇതിനെക്കുറിച്ചൊരു പ്രതികരണം കാണാം. റോഡ് അവർ അനേകം യൂസ് ചെയ്യുന്ന പുളിക്കുകയും നനയ്ക്കുകയും അതിൻ്റെ സൈഡിൽ കിണറുകളൊക്കെ ഉണ്ട്. ഒരുപാട് മാലിന്യങ്ങൾ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും. അത് തന്നെയല്ല ഈ ഇടഭാഗത്തൊക്കെ ഈ തടയണ പോലുള്ള കെട്ടുള്ളതുകൊണ്ട് അതിലൊക്കെ വന്ന് മാലിന്യം ഒരുപാട് അടിയുന്നുണ്ട്. അത് ജനങ്ങൾക്ക് ഭയങ്കര ദോഷകരമായ ഒരു. ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് അതിനെപ്പറ്റി ഒരു അഭിപ്രായമില്ല. അവർ ഉത്സാഹിച്ചെങ്കിൽ ഇത് നിൽക്കും. രാത്രി അവർ ഡ്യൂട്ടി നടത്താമെങ്കിൽ ഈ മാലിന്യം കൊണ്ട് തള്ളുന്നവരെ പിടിക്കാൻ സാധിക്കും. അത് അവർ ചെയ്യുന്നില്ല. നടന്നു പോകാനും പാടാണ്. ഇതിന്റെ ദുർഗന്ധം അടിച്ച് ഞങ്ങൾക്ക് പലർക്കും ചുമയും പനിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് ഞങ്ങൾക്ക് ഇവിടുന്ന് മാറ്റിത്തരണം. കോട്ടയത്ത് നിന്നും ടോബി ജോൺസൺ തത്സമയം ചേരുന്നു. ടോബി, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ശരിക്കും ഇങ്ങനെ മാലിന്യം തള്ളുന്നവർക്ക് വലിയ കടുത്ത ശിക്ഷയും പിഴയും ഒക്കെ ചുമത്തുമെന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നു. ഇപ്പോൾ അതൊന്നും ആരും പരിഗണിക്കുന്നില്ലേ? തീർച്ചയായിട്ടും SKN, അത്തരത്തിലുള്ള ഒരു നടപടിയോടും ഭയമില്ലാത്ത രീതിയിലുള്ള ചില കൃത്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഒരുപക്ഷെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ സാധിക്കില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്ന്, പൊന്തൻപുഴ വനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതായത് പുനലൂർ മൂവാറ്റുപുഴ റോഡ് പൊന്തൻപുഴ വനത്തിലൂടെ കടന്നു പോകുന്ന മുക്കട അടക്കമുള്ള പ്ലാച്ചേരി, അതുപോലെ തന്നെ പൊന്തൻപുഴ തുടങ്ങിയ മേഖലയാണ്. ആ വനമേഖലയിലൂടെ റോഡ് കടന്നു പോകുന്ന, സംസ്ഥാന പാത കടന്നു പോകുന്ന വശങ്ങളിലാണ് ഈ മാലിന്യം കൊണ്ടുവന്ന് രാത്രികാലങ്ങളിൽ തള്ളുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി ഈ പ്രദേശത്തുള്ള ആളുകൾ ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി വേണമെന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഫോറസ്റ്റും അതുപോലെ തന്നെ മണിമല പഞ്ചായത്തും ചേർന്നുകൊണ്ട് ഒരു ജനകീയ സമിതി രൂപീകരിച്ച് ഇതിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. ആ നടപടി അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രകൃതിക്ക് തന്നെ ദോഷ്യമാകുന്ന ഈ മാലിന്യം കൊണ്ടുവന്ന് വലിച്ചെറിയുന്ന നടപടി ഇപ്പോഴും നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ കർശന നടപടി വേണം. അതുപോലെ തന്നെ നാടിനും
കാടിനും ഒരുപോലെ ദൂഷ്യം ചെയ്യുന്ന തരത്തിലുള്ള നടപടികളാണ് ഈ മേഖലയിൽ ഉണ്ടാകുന്നത്. കർശന നടപടി വേണമെന്നൊരു ആവശ്യമാണ് നാട്ടുകാർ ഒന്നടങ്കം ഉന്നയിക്കുന്നത്. എസ്.കെ. ഓക്കെ, ടോബി ജോൺസൺ, താങ്ക് യു. ഇപ്പോൾ ഒരു അപകടത്തിന്റെ വാർത്ത സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. തൃശ്ശൂർ കുതിരാനിൽ കാർ അപകടത്തിൽപ്പെട്ട് യുവാവിന് പരിക്കേറ്റു. തൃശ്ശൂർ ദേശീയപാതയിൽ കുതിരാൻ തുരങ്കത്തിന് സമീപമാണ് കാർ അപകടത്തിൽപ്പെട്ടത്. അങ്ങനെ യുവാവിന് പരിക്കേറ്റുവെന്നാണ് വാർത്ത. ഇരിങ്ങാലക്കുടയിലെ കിരണിനാണ് പരിക്കേറ്റത്. 24 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരനാണ്. ഇയാളെ ഇപ്പോൾ തൃശ്ശൂരിലെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം 6:15 ഈ സംഭവം ഉണ്ടായത്. തൃശ്ശൂർ ഭാഗത്തേക്ക് പോയിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചു. പാലക്കാട് ഭാഗത്തേക്കുള്ള പാതയിലേക്ക് മറിഞ്ഞു. അങ്ങനെയാണ് അപകടം ഉണ്ടായത്. മറ്റൊരാൾ കൂടി കാറിലുണ്ടായിരുന്നെങ്കിലും അയാൾക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെടാൻ കഴിഞ്ഞുവെന്നും ബ്യൂറോയുടെ റിപ്പോർട്ടിൽ പറയുന്നു. അല്പസമയത്തിനും ഈ അപകടത്തിൻ്റെ ദൃശ്യം 24 കാണിക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ വിശ്വാസം. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. നമ്മൾ അപകടത്തിൻ്റെ വാർത്തയിലേക്ക് വീണ്ടും പോകുന്നു. തൃശ്ശൂർ കുതിരാൻ തുരങ്കത്തിന് സമീപം കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ച യുവാവിന് പരിക്കേറ്റ വാർത്തയായിരുന്നു. ഇരിങ്ങാലക്കുടയിലെ കിരണിനാണ് പരിക്കേറ്റത്. ഇയാളെ ഇപ്പോൾ തൃശ്ശൂരിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഈ അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് തെന്നിത്തെറിച്ച് കിടക്കുന്ന റോഡിലൂടെയുള്ള യാത്രയാണ്. വിവരങ്ങളുമായി സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരുകയാണ്. സൂരജ്, പറയൂ. കൂടി കുതിരാനിലുണ്ടായ അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇരിങ്ങാലക്കുട സ്വദേശിയായിരുന്ന കിരണും ഒപ്പം സുഹൃത്തും സഞ്ചരിച്ചിരുന്ന കാറാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ഈ തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന ട്രാക്കിലൂടെ പോവുകയായിരുന്നു കാർ. ഈ ചെറിയൊരു വളവ് ഈ കുതിരാൻ തുരങ്കം ഇറങ്ങിയതിനു ശേഷമുണ്ട്. ആ വളവ് തിരിയുന്നതിനിടയിൽ നിയന്ത്രണം തെറ്റി ഈ കാറ് അപകടത്തിൽപ്പെട്ട് ഡിവൈഡറിലിടിച്ച് പാലക്കാട്ടേക്ക് പോകുന്ന ട്രാക്കിലേക്ക് മറിയുകയായിരുന്നു. നമ്മൾ ഈ നാട്ടുകാരുമായി അപകടത്തെ തുടർന്ന് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഏതാനും ദിവസങ്ങളായി മഴ പെയ്തത് മുതൽ തന്നെ ഈ ട്രാക്കിൽ വല്ലാത്ത വഴുക്കലുണ്ട് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. പലപ്പോഴും ഈ പ്രദേശവാസികൾ കാർ ഓടിച്ചു പോകുന്ന സമയത്ത് തന്നെ ഈ വളവാണ്, അതുകൊണ്ട് തന്നെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഈ റോഡിന് ഗ്രിപ്പില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അതായിരിക്കാം ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. മുന്നിലൊരു വാഹനം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഈ കാറ് പെട്ടെന്ന് ഈ ടേൺ ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് വഴുതി അടുത്ത ട്രാക്കിലേക്ക് മറിയുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും കിരണിന്റെ പരിക്ക് ഗുരുതരമല്ല. തൃശ്ശൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ കിരണിനെ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. സൂരജ് സജിയാണ് വിവരം നൽകിയത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. മലപ്പുറത്ത് 16-കാരൻ്റെ മരണം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചെന്ന് സംശയം. വിദ്യാർത്ഥി മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ്. അന്തിമ പരിശോധനാ ഫലം വന്നാലേ രോഗം സ്ഥിരീകരിക്കാൻ കഴിയൂ. വിദ്യാർത്ഥിക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. 24 ബ്രേക്കിംഗ് ന്യൂസുമായി സമീർ ബിൻ കരീം ചേരുന്നു ടെലിഫോണിൽ. സമീർ, പറയൂ. ഇന്നലെയാണ് മലപ്പുറം നഗരത്തിന് സമീപം താമസിക്കുന്ന 16 വയസ്സുകാരൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചിരിക്കുന്നത്. ഈ വിദ്യാർത്ഥിക്കാണ് അമീബിക് മസ്തിഷ്ക ജ്വരം രോഗം സംശയിക്കുന്നത്. കാരണം ഇത്തരം രോഗത്തിന്റെ ലക്ഷണങ്ങളുമായാണ് ഈ കുട്ടിയെ ആദ്യം മലപ്പുറത്തെ ആശുപത്രിയിലും പിന്നീട് ആരോഗ്യം വഷളായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചത്. പിന്നാലെ ഈ കുട്ടിക്ക് മരണം സംഭവിക്കുകയായിരുന്നു. അതിനുശേഷം ഒരു പരിശോധന കൂടി നടത്തേണ്ടതുണ്ട്. അതിന്റെ ഫലം വന്നിട്ടില്ല. അത് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ രോഗമാണ് സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഇതുവരെയുള്ള സൂചനകൾ അനുസരിച്ച് ആരോഗ്യവകുപ്പ് കണക്ക് കൂട്ടുന്നത് ഈ രോഗം തന്നെയാണ് എന്നുള്ളതാണ്. ഇതിന്റെ ഭാഗമായി പ്രദേശത്തെ ഈ കുട്ടി കുളിച്ച് എന്ന് പറയപ്പെടുന്ന ഈ കുളം പൂർണ്ണമായും ആരോഗ്യവകുപ്പ് അടച്ചിരിക്കുകയാണ്. പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മാത്രമല്ല പനിയും മറ്റു ആരോഗ്യ പ്രശ്നങ്ങളും ഉള്ളവരൊക്കെ തന്നെ ആരോഗ്യവകുപ്പ് നിരീക്ഷിച്ചും വരികയാണ്. ഇത്തരമൊരു രോഗലക്ഷണങ്ങൾ മറ്റാർക്കും തന്നെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. താങ്ക് യു സമീർ ബിൻ കരീം. ഇനി ഇന്നത്തെ പകൽ സമയം കുറച്ചധികം വാർത്തകൾ വന്നു ഇത് നിങ്ങൾക്കറിയാം. ആ വാർത്തകളിലേക്ക് നമ്മൾ പോകുന്നു. വാർത്താ പകൽ. ആംബുലൻസിൽ പ്രസവിച്ച ആദിവാസി യുവതിയുടെ കുഞ്ഞു മരിച്ചു. സംഭവം പാലക്കാട് മണ്ണാർക്കാട്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി ആംബുലൻസിൽ പ്രസവിച്ചത് കരിയോട് സ്വദേശി ബിന്ദു. മലയാളി ഏജന്റിന്റെ ചതിയിൽപ്പെട്ട് കുവൈറ്റ് ജയിലിൽ അകപ്പെട്ട ഇടുക്കി അണക്കര സ്വദേശിയുടെ മോചനം വൈകുന്നു. മകന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനാകാതെ ജിനുവിന് ദുരിത ജീവിതം. കേന്ദ്രമന്ത്രിമാർ ഇടപെട്ടിട്ടും നാട്ടിലെത്തിക്കാനുള്ള നടപടി ഫലം കണ്ടില്ല.
എൻ പ്രശാന്ത് IASന്റെ സസ്പെൻഷൻ പിൻവലിക്കാനുള്ള തീരുമാനം ചീഫ് സെക്രട്ടറി A. ജയതിലക് ചട്ടവിരുദ്ധമായി അട്ടിമറിച്ചെന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്ത്. ശാരദാ മുരളീധരൻ ചീഫ് സെക്രട്ടറിയായിരിക്കെ സസ്പെൻഷൻ പിൻവലിക്കാൻ തീരുമാനിച്ചത് ഏപ്രിൽ 23-ന്. സസ്പെൻഷൻ നീട്ടാൻ കേന്ദ്ര അനുമതി തേടിയതിനും രേഖകളില്ല. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ രാജ്യത്ത് വിപുലമായ പരിപാടികൾ. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ വിശാഖപട്ടണത്ത് നടന്ന യോഗാ സംഗമത്തിൽ പങ്കെടുത്തത് 3 ലക്ഷത്തിലധികം ആളുകൾ. ലോകത്തെ മുഴുവൻ യോഗ ഒരുമിപ്പിച്ചെന്ന് പ്രധാനമന്ത്രി. കേരളത്തിലും വിപുലമായ പരിപാടികൾ. വിശ്വശാന്തി ഫൗണ്ടേഷന്റെ യോഗാദിന പരിപാടിയിൽ പങ്കെടുത്ത് നടൻ മോഹൻലാൽ. സംവിധായകൻ നാദിർ ഷായുടെ പൂച്ച ചത്തത് ഹൃദയാഘാതത്തെ തുടർന്നെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കഴുത്തിൽ വലിഞ്ഞുമുറുകിയാലുണ്ടാകുന്ന പാടുകൾ ഇല്ലായിരുന്നുവെന്നും റിപ്പോർട്ടിൽ. പൂച്ച ചത്തതിൽ പെറ്റ് ഹോസ്പിറ്റലിനെതിരെ നാദിർ ഷാ പരാതി ഉന്നയിച്ചിരുന്നു. ഓൺലൈൻ തട്ടിപ്പിനിരയായി ഗായിക അമൃത സുരേഷ്. അടുത്ത ബന്ധുവിന്റെ പേരിൽ വാട്സാപ്പിലൂടെ തട്ടിയെടുത്തത് 45,000 രൂപ. ഇനി നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകണം. ഇടവേള. പ്രൈം ടൈം അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ ഒരു ഇറാൻ വാർത്ത വരുന്നു. പിൻഗാമികളെ ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഖമനേയി തീരുമാനിച്ചതായി വാർത്ത വരുന്നു. 3 മത നേതാക്കളെയാണ് അദ്ദേഹം പിൻഗാമികളായി പറയുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. KSRTC ബസ്സിൽ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്ത സവാദിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ആദ്യ കേസിൽ വേണ്ട രീതിയിൽ നടപടി എടുത്തിരുന്നെങ്കിൽ ഒരു പെൺകുട്ടി കൂടി ഇരയാകേണ്ടി വരില്ലായിരുന്നുവെന്നാണ് ആദ്യ കേസിലെ പരാതിക്കാരി നന്ദിത ശങ്കര 24നോട് പറഞ്ഞത്. ഈ മാസം 14-ന് മലപ്പുറത്തേക്കുള്ള KSRTC ബസ്സിലായിരുന്നു അതിക്രമം. ബസ് പടിഞ്ഞാറേക്കോട്ടയ്ക്ക് സമീപം എത്തിയപ്പോഴാണ് ലൈംഗിക അതിക്രമം നടത്തിയത്. യാത്രക്കാർ സവാദിനെ തടഞ്ഞുവെച്ചു. പേരാമംഗലം പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാൻ ശ്രമിച്ചപ്പോഴേക്കും സവാദ് ബസ്സിൽ നിന്ന് ഇറങ്ങിയോടി. അതിക്രമം സംബന്ധിച്ച് യുവതി തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകിയതോടെ സവാദ് ഒളിവിൽ പോയി. പൊള്ളാച്ചിയിൽ നിന്ന് അതിസാഹസികമായാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. 2023-ൽ നെടുമ്പാശ്ശേരിയിൽ വെച്ച് സമാന കേസിൽ ഇയാൾ അറസ്റ്റിലായിട്ടുണ്ട്. 2023-ൽ KSRTC ബസ്സിൽ യുവതിക്ക് നേരെ നഗ്നത പ്രദർശിപ്പിച്ച സംഭവത്തിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ സവാദിന് ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകിയ സംഭവം ഏറെ വിവാദമായിരുന്നു. ആ കേസിൽ തനിക്കിപ്പോഴും നീതി കിട്ടിയിട്ടില്ലെന്ന പരാതിക്കാരി നന്ദിത മസ്താനി. അന്ന് നിർത്തിയിരുന്നെങ്കിൽ ഇന്നൊരു പെൺകുട്ടി വീട്ടിലിരുന്ന് വിക്ടിം ആവുന്നുണ്ടാവില്ല. ഇന്ന് ഒരു പെൺകുട്ടി വീട്ടിലിരുന്നിട്ട് വേർ ഷീ വെന്റ് റോങ് എന്ന് ചിന്തിക്കുന്നുണ്ടാവില്ല. ഷീ വുഡ് ഹാവ് നോട്ട് ഹാഡ് ടു ഗോ ത്രൂ എ സെക്ഷൽ അബ്യൂസ് ആൻഡ് ഗോ റിപ്പോർട്ട് ഇറ്റ് ടു ദ പോലീസ്. അന്ന് 2 വർഷം മുന്നേ ഇവനെ നിർത്തിയിരുന്നെങ്കിൽ ഈ 2 വർഷമായി ഐ സ്വേർ there has been a lot of women അത്രയും പെമ്പിളെ രക്ഷപ്പെട്ടത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വടകര സ്വദേശിയാണ് സവാദ്. 24 തൃശൂർ. ഈ ഊഴത്തിലെങ്കിലും കർക്കശമായ നടപടി ഇയാൾക്കെതിരെ ഉണ്ടാകട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം വിത്ത് SKN അവസാനിക്കുന്നു. ഒരു നല്ല രാത്രി നിങ്ങൾക്ക് നേരുന്നു. ഗുഡ് ബൈ.